നാടിനെയും നാട്ടുകാരെയും ഉത്സവലഹരിയിലാഴ്ത്തുന്ന ഇന്ത്യയിലെ ഗ്രാമീണ സ്ത്രീ സംരംഭകരുടെ ഏറ്റവും വലിയ വ്യാപാരോത്സവമായ ദേശീയ സരസ് മേളയ്ക്ക് തൃത്താല നിയോജക മണ്ഡലത്തിലെ ചാലിശ്ശേരി ആതിഥേയത്വം വഹിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2026 ജനുവരി 2 മുതൽ 11 വരെയാണ് സരസ് മേള നടക്കുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള കുടുംബശ്രീ മിഷൻ കേരളത്തിൽ സംഘടിപ്പിക്കുന്ന 13ാമത് സരസ് മേളയാണ് ചരിത്രത്തിലാദ്യമായി തൃത്താലയിലെത്തുന്നത്. ചാലിശ്ശേരി മുലയംപറമ്പ് മൈതാനത്തും സമീപത്തും ക്രമീകരിച്ചിട്ടുള്ള പ്രത്യേക വേദിയിലുമാണ് മേള നടക്കുന്നത്. കേരളം ഉൾപ്പെടെ 28 സംസ്ഥാനങ്ങളിൽ നിന്നും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള 250 പ്രദർശന വിപണന സ്റ്റാളുകളിൽ കരകൌശല വസ്തുക്കൾ, തുണിത്തരങ്ങൾ, ഗൃഹോപകരണങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും നടക്കും. ദേശീയ സരസ് മേളയുടെ ഉദ്ഘാടന സമ്മേളനം 2026 ജനുവരി 2 വൈകിട്ട് 4:30 തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം ബി രാജേഷിന്റെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ വിശിഷ്ടാതിഥിയാകും. വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി, അബ്ദുൾ സമദ് സമദാനി എം പി, വി കെ ശ്രീകണ്ഠൻ എം പി എന്നിവർ ഉദ്ഘാടന സമ്മേളനത്തിൽ സംബന്ധിക്കും. സമാപന സമ്മേളന ഉദ്ഘാടനം ജനുവരി 11 വൈകിട്ട് 6 മണിക്ക് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിക്കും. കെ രാധാകൃഷ്ണൻ എം പി, പ്രശസ്ത സിനിമാ താരം മഞ്ജു വാര്യർ എന്നിവർ മുഖ്യാതിഥികളായെത്തും. കൂടാതെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്, റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ, ഫിഷറീസ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു, വ്യവസായ കയർ നിയമ വകുപ്പ് മന്ത്രി പി രാജീവ്, കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ്, കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ എന്നിവർ വിവിധ ദിവസങ്ങളിലെ സാംസ്കാരിക സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്യും. പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള എംഎൽഎമാർ വിവിധ ദിവസങ്ങളിൽ ആശംസകൾ അർപ്പിക്കും. കേരളത്തിലെയും ഇതര സംസ്ഥാനങ്ങളിലെയും രുചിവൈവിധ്യം വിളമ്പുന്ന 30ലധികം സ്റ്റാളുകൾ അടങ്ങുന്ന മെഗാ ഇന്ത്യൻ ഫുഡ് കോർട്ട്, പ്രശസ്തമായ കലാകാരന്മാരും കലാകാരികളും അണിനിരക്കുന്ന സംഗീത നൃത്തനിശകൾ, പ്രാദേശിക കലാകാരന്മാരുടെയും കലാകാരികളുടെയും കുടുംബശ്രീ അംഗങ്ങളുടെയും വൈവിധ്യമാർന്ന കലാവിഷ്കാരങ്ങൾ, തൃത്താല മണ്ഡലത്തിലെ പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ ആദരിക്കുന്ന ആദരസന്ധ്യകൾ, വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ, പുഷ്പമേള, ഹാപ്പിനെസ് കോർണർ തുടങ്ങിയവയെല്ലാം മേളയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സരസുമേളയ്ക്ക് മുന്നോടിയായി ജനുവരി 1 വൈകിട്ട് 6 മണിക്ക് വൈലി മ്യൂസിക് ബാൻഡ് ഷോയും 7:30 പ്രസീത ചാലക്കുടിയുടെ നാടൻപാട്ടും ഉണ്ടാകും. സരസുമേളയുടെ ആദ്യ ദിനമായ ജനുവരി 2 മട്ടന്നൂർ ശങ്കരൻകുട്ടി, ശരത്, പ്രകാശ് ഉള്ളേരി എന്നിവർ അവതരിപ്പിക്കുന്ന ത്രയ മ്യൂസിക്കൽ ഫ്യൂഷൻ, 2ാം ദിനത്തിൽ സിനിമാ താരം നവ്യ നായർ അവതരിപ്പിക്കുന്ന സോളോ ഭരതനാട്യം കച്ചേരി, 3ാം ദിനത്തിൽ റിമി ടോമി അവതരിപ്പിക്കുന്ന ലൈവ് മ്യൂസിക് ഷോ, 4ാം ദിനത്തിൽ പ്രശസ്ത ഗായിക പുഷ്പാവതി അവതരിപ്പിക്കുന്ന ഗാനസന്ധ്യ, 5ാം ദിനത്തിൽ RLV രാമകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടവും ഗംഗാ ശശിധരന്റെ വയലിൻ മ്യൂസിക്കും, 6ാം ദിനം ഷഹബാസ് അമൻ അവതരിപ്പിക്കുന്ന ലൈവ് മ്യൂസിക് ഷോ, 7ാം ദിനം ബിൻസിയും ഇമാമും അവതരിപ്പിക്കുന്ന സൂഫി മിസ്റ്റിക് സംഗീതം, 8ാം ദിനത്തിൽ സൂരജ് സന്തോഷ് അവതരിപ്പിക്കുന്ന ലൈവ് ഷോ, 9ാം ദിനത്തിൽ സ്റ്റീഫൻ ദേവസി അവതരിപ്പിക്കുന്ന ബാൻഡ് ലൈവ്. സരസുമേളയുടെ അവസാന ദിനത്തിൽ പ്രശസ്ത ഗായിക സിതാര കൃഷ്ണകുമാറിന്റെ പ്രൊജക്ട് മലബാരിക്കസ് മ്യൂസിക് ഷോ എന്നിങ്ങനെ നിരവധി കലാപരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കൂടാതെ പ്രാദേശിക കലാകാരന്മാരുടെയും കുടുംബശ്രീ അംഗങ്ങളുടെയും കലാപരിപാടികളും ഉണ്ടാകും. തൃത്താലയിലെ കലാസാംസ്കാരിക രംഗത്ത് മികവ് പുലർത്തിയ 300-ൽ പരം വ്യക്തികളെ മേളയിൽ ആദരിക്കും. സരസുമേളയുടെ ഭാഗമായി 50 രൂപ മാത്രം വില വരുന്ന സമ്മാന കൂപ്പണിൽ നിരവധി സമ്മാനങ്ങളാണ് വിജയികൾക്ക് ലഭിക്കുക. 1ാം സമ്മാനം സ്വിഫ്റ്റ് കാർ, 2ാം സമ്മാനമായി ബൈക്ക്, 3ാം സമ്മാനമായി LED TV, 4ാം സമ്മാനമായി ഫ്രിഡ്ജ് എന്നിവ ലഭിക്കും. ഇതുകൂടാതെ സ്വർണ്ണ നാണയങ്ങൾ ഉൾപ്പെടെ നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളുമുണ്ട്. സരസുമേളയുടെ സമാപനത്തോടനുബന്ധിച്ചാണ് നറുക്കെടുപ്പ്. തൃത്താല മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലായി 33 ഏക്കറിൽ സരസുമേള ഫുഡ് കോർട്ടിലേക്ക് ആവശ്യമായ വിവിധയിനം പച്ചക്കറികൾ കുടുംബശ്രീ അംഗങ്ങളും സംഘകൃഷി ഗ്രൂപ്പുകളും കൃഷി ചെയ്തു വരുന്നുണ്ട്. മേളയോടടുക്കുന്ന ദിവസങ്ങളിൽ പച്ചക്കറികൾ വിളവെടുപ്പും നടക്കും. കുടുംബശ്രീ മിഷൻ പാലക്കാട് ജില്ലാ ഓഫീസർ പി ഉണ്ണികൃഷ്ണൻ, തൃശൂർ ജില്ലാ ഓഫീസർ അഭിജിത് കെ ദീപക്, പാലക്കാട് ജില്ലാ അസിസ്റ്റന്റ് PB സുഭാഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.